എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്കാൽപ്പിങ്ങിലൂടെ എങ്ങനെ നിത്യവരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ല. സ്കാൽപ്പിംഗ് പൊതുവേ ഇൻട്രാഡേ ചെയ്യുന്നവർക്കാണ്, പക്ഷേ എല്ലാവർക്കും ഉള്ളതല്ല. സ്കാൽപ്പിംഗ് വളരെയധികം ട്രേഡിങ്ങിൽ എക്സ്പീരിയൻസായി ട്രേഡ് ചെയ്യുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഇവിടെ പറയുന്ന കാര്യം ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് റിയൽ മാർക്കറ്റിൽ പോയി ചെയ്യരുത്. അതിന് നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ഒരു പേപ്പർ ട്രേഡ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ വിർച്വൽ മണിയായിട്ട് ലഭിക്കും. അതിൽ പേപ്പർ ട്രേഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസൊക്കെ ആയതിനു ശേഷം റിയൽ മാർക്കറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് സമ്പാദിക്കാം. ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്ന പേരുള്ള ഒരു ടെലിഗ്രാം ചാനലുണ്ട്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. ദിവസവും ഞങ്ങളതിൽ സിഗ്നൽ നൽകുന്നുണ്ട്. ഇൻട്രാഡേ ട്രേഡിംഗ് സജഷൻ, അതുപോലെ സ്വിംഗ് സജഷൻ എല്ലാം ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. ജോയിൻ ചെയ്ത് അവിടെ നിന്നും ആവശ്യമെങ്കിൽ ഞങ്ങളുമായി സംസാരിച്ച് നിങ്ങൾക്ക് പ്രീമിയം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. അവിടെ ദിവസം ഒരു 6 മുതൽ 10 വരെ സിഗ്നലുകൾ ഞങ്ങൾ നൽകുന്നുണ്ട്. 90% അക്യുറസിയാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. 100% അവകാശപ്പെടുന്നില്ല. ഒരു 10 ട്രേഡ് എടുക്കുമ്പോൾ ഒരു 1-2 SL ഒക്കെ ഹിറ്റായി എന്ന് വരും. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പോയിൻ്റ് മീൻ ചെയ്യുമ്പോൾ 50 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ചില ആളുകളുണ്ട്, ഞങ്ങൾ സ്കാൽപ്പിംഗ് ചെയ്യാറുണ്ട്, 4-5 പോയിൻ്റൊക്കെ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അല്ലെങ്കിൽ സാറേ ഞങ്ങൾക്ക് ഒരു 5 പോയിൻ്റ് 6 പോയിൻ്റൊക്കെ ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് പറഞ്ഞു തരിക എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അതായത് ഇപ്പോൾ സ്കാൽപ്പിംഗ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഒരു 6 പോയിൻ്റ് മതി, അല്ലെങ്കിൽ ഒരു 10 പോയിൻ്റ് ടാർഗറ്റ് വെച്ചുകൊണ്ട് നിഫ്റ്റി എടുത്ത ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് പ്രൈസ് നിഫ്റ്റി എടുത്തിട്ട് അത് മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ അത് എക്സിക്യൂട്ട് ആകും. 100 രൂപയ്ക്കാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് 102 പോയി എക്സിക്യൂട്ട് ആവുക. അതുപോലെ തന്നെ 110 എത്തുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ബ്രോക്കേഴ്സ് അത് 108 കൊണ്ടുപോയിട്ട് എക്സിക്യൂട്ട് ആക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 എൻഡിങ്ങിലും പോയി, 2 സ്റ്റാർട്ടിങ്ങിലും പോയി, ബാക്കി 6 പോയിൻ്റായിരിക്കും കിട്ടുക. ഈ 6 പോയിൻ്റ് ഒരു ലോട്ട് എടുക്കുന്നവർക്ക് 300 രൂപ, ഒരു 60 രൂപ, 70 രൂപ, 80 രൂപ, പല രൂപത്തിലുള്ള ബ്രോക്കറേജും പല ബ്രോക്കേഴ്സും വാങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു 100 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? 200 രൂപ. അപ്പോൾ ഈ സ്കാൽപ്പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടല്ല എടുക്കേണ്ടത്. ഇപ്പോൾ മിനിമം ഒരു 5 ലോട്ട് 10 ലോട്ടൊക്കെ എടുത്തു കഴിയുമ്പോൾ ഒരു 6 പോയിൻ്റൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ ഒരു 100 രൂപ ബ്രോക്കറേജ് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 10 ലോട്ടിൽ 5 പോയിൻ്റ് വെച്ചിട്ട് 5-25 2500 രൂപ നമുക്ക് കിട്ടി. അങ്ങനെ 10 ലോട്ടൊക്കെ സ്കാൽപ്പിങ്ങിൽ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും പരമാവധി ലോവിൽ തന്നെ വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് വളരെയധികം എക്സ്പീരിയൻസ് ആയ ആളുകൾക്കുള്ളതാണ്. ബിഗിനേഴ്സിന് ഉള്ളതല്ല. മാർക്കറ്റിനെ കുറിച്ച് അറിയണം. ആദ്യം സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിന് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റണം. മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ്? നമുക്ക് മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്കാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മാർക്കറ്റ് അപ്പ് ട്രെൻഡാണ് എന്നുള്ളത്. ഇവിടെ ചെറുതായിട്ട് ഡൗൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് റീട്രേസ് ചെയ്ത് വീണ്ടും കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കിയപ്പോൾ മാർക്കറ്റ് അപ്പ് ട്രെൻഡാണെന്ന് മനസ്സിലായി. നമുക്കിനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റണം. 1 അവർ ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. അപ്പോൾ അവിടെ ട്രെൻഡ് മാറി വന്നു. നോക്കൂ, ഇവിടെ ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. ഇപ്പം എന്തായി? ഡൗൺ ട്രെൻഡിലേക്ക് വന്നു. സ്കാൽപ്പിംഗ് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ 1 മണിക്കൂറിൽ നിന്ന് 15 മിനിറ്റിലേക്ക് നമ്മൾ ടൈം ഫ്രെയിം മാറ്റണം. 15 മിനിറ്റിൽ നമുക്ക് എന്താണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് നോക്കൂ. 15 മിനിറ്റിൽ നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൗൺ ട്രെൻഡ് തന്നെയാണ്, അല്ലേ? ഡൗൺ ട്രെൻഡ് തന്നെയാണ്, താഴത്തേക്ക് പോകുന്ന രൂപത്തിൽ തന്നെയാണ്. സ്കാൽപ്പിങ്ങിലേക്ക് ഏറ്റവും ബെറ്റർ 5 മിനിറ്റ് ക്യാൻഡിലാണ്. 5 മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പാരലൽ ചാനലായിട്ട് വീണ്ടും മേൽപോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് സ്കാൽപ്പിംഗ് ചെയ്യാനായിട്ട് ഇവിടെ നിന്നും തുടങ്ങിയ ഈ ക്യാൻഡിൽ ഏത് പൊസിഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ. ഇവിടെ നിന്നും മേലെ പോയി താഴെ വന്നു, ഈ ട്രെൻഡ് ടച്ച് ചെയ്തു, വീണ്ടും മേലെ പോയി
വീണ്ടും ടച്ച് ചെയ്തു, വീണ്ടും മേലെ പോകുന്നു, ടച്ച് ചെയ്യുന്നു. ഇങ്ങനെ ഇത് മേൽപോട്ടും ഈ ലൈനിനെ ടച്ച് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ഇതിൻ്റെ റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് മറ്റ് ഏതെങ്കിലും സിങ്ങുമായി ബന്ധപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ കഴിയും. ഫസ്റ്റ് സിങ് ഫോമായപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നിന്ന് നമുക്കൊരു ലൈന് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലൈന് ഇവിടെ നിന്ന് വരച്ചാൽ ഇവിടുത്തെ ഈ സിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് ഇവിടെ നിന്നും താഴെ ഈ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തുകൊണ്ട് താഴത്തേക്ക് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഈ ട്രെൻഡ് ടച്ച് ചെയ്ത് വീണ്ടും മേലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വീണ്ടും മേലെയുള്ള ഈ റെസിസ്റ്റൻറ്റ് ലൈൻ ടച്ച് ചെയ്ത് താഴേക്ക് വരാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി കൊടുക്കുന്നു. ബൈ എൻട്രി 22,050 നമ്മൾ ബൈ എൻട്രി കൊടുക്കുന്നു. ഇത് ഇവിടെ നിന്നും മേൽപോട്ട് പോയി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും എൻട്രി കൊടുക്കുന്നു. ഇവിടെ എത്രയാണ്? 22,058 അല്ലെങ്കിൽ 22,060 നമ്മളൊരു എൻട്രി കൊടുക്കുന്നു. സ്ട്രൈക്ക് പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ 22,050 ആണെങ്കിൽ നമുക്ക് ഇൻ ദ മണി എടുക്കുകയാണെങ്കിൽ 21,950. ഇല്ല, ഇതിന് അറ്റ് മണി എടുക്കുകയാണെങ്കിൽ 22,000-ൻ്റെയോ 22,050-ൻ്റെയോ എടുക്കാം. ഇല്ല, ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ 22,100 22,200 ആ ലെവലിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് അതിനനുസരിച്ചായിരിക്കും എന്ന് മാത്രം ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 22,060 എൻട്രി എടുത്തു. 22,060 നമ്മൾ എൻട്രി എടുത്തു എന്ന് വിചാരിച്ചോളൂ. നമുക്ക് ഇവിടെ ഈ റെസിസ്റ്റൻസ് ആണ് ലൈന്. നമുക്ക് ഈ റെസിസ്റ്റൻസ് ലൈന് ടച്ച് ആവുന്നത് ഇതിൻ്റെ സമീപത്തേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ 22,060 നമ്മൾ എൻട്രി എടുത്തു. ഇവിടെ എത്രയാണ്? 22,122. ഇനി പോട്ടെ, 22,115 110 കൂട്ടിയാൽ മതി. 22,110. അപ്പോൾ നമുക്ക് 22,060 നിന്ന് 22,110 50 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു സ്ട്രൈക്കിൽ ഒരു 10 പോയിൻറ്റ് 12 പോയിൻറ്റ് നമുക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഏത് പാറ്റേണാണ് രൂപപ്പെടുന്നതെന്ന് നോക്കുക. പാറ്റേൺ രൂപപ്പെടുമ്പോൾ അതിൻ്റെ സ്വിങ് ഇതിൻ്റെ പ്രിവ്യൂസ് സ്വിങ്ങുമായി ബന്ധപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിംഗ് ബൈ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ബൈ എൻട്രിയും എക്സിറ്റ് എൻട്രിയും കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയുകയാണ്. ഇത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ്, എല്ലാവർക്കും ഉള്ളതല്ല സ്കാൽപ്പിംഗ്. സ്കാൽപ്പിങ്ങിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ഒരു പേപ്പർ ട്രേഡിംഗ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പരിശീലിച്ചുകൊണ്ട് നിങ്ങൾ റിയൽ ട്രേഡിലേക്ക് ഇറങ്ങിയാൽ മതി. ഒരുപാട് ബിഗിനേഴ്സിന് വരുന്ന കുഴപ്പമാണ്, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ വന്ന് ചാടി ഒരു അക്കൗണ്ടൊക്കെ എടുത്ത്, ഇപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ രൂപത്തിൽ ഒരുപാട് ബിഗിനേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം സോഷ്യൽ മീഡിയയിലുള്ള അതിപ്രസരം തന്നെയാണ്. മാർക്കറ്റ് അതാണ് ഇതാണ് എന്നുള്ളതൊക്കെ മാർക്കറ്റിനെ വളരെയധികം ലഘൂകരിച്ചു കൊണ്ടാണ് ഓരോ ട്രേഡേഴ്സും മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാർക്കറ്റ് നല്ലത് തന്നെ, നമുക്ക് സമ്പാദിക്കാനും അല്ലെങ്കിൽ ഒരു തൊഴിലൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും. അത്യാവശ്യം ഏണിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാൻ കഴിയും. പക്ഷേ മാർക്കറ്റിനെ കുറിച്ച് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബേസിക് നോളജ് ഒന്നും ഇല്ലാതെ, അതായത് ഓപ്ഷൻ ട്രേഡിങ് ബൈ ചെയ്യാനും സെൽ ചെയ്യാനും ഒക്കെയുള്ള ഒരു ബേസിക് നോളജെങ്കിലും ഉണ്ടെങ്കിലാണ് മാർക്കറ്റിലേക്ക് വരാൻ പാടുള്ളൂ. അതെങ്കിലും പഠിച്ചിട്ട് വേണം നിങ്ങൾ മാർക്കറ്റിലേക്ക് വരാൻ. അതിന് ഇന്ന് എത്രയോ മാർഗ്ഗങ്ങളുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള പേപ്പർ ട്രേഡിംഗ് കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ റിയൽ മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാം. അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. ഞങ്ങൾ പറയുന്നതും നിങ്ങൾ കാണുന്നതുമെല്ലാം ഈ വീഡിയോയിൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതും ഈ ഓപ്ഷൻ ബൈ മാത്രമാണ്. ഓപ്ഷൻ ബൈയിങ്ങിൽ ബേസിക് നോളജെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സ്ട്രൈക്ക് എടുക്കാനും ബൈ ചെയ്യാനും സെൽ ചെയ്യാനുമൊക്കെയുള്ള നോളജ് ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം കൂടാം. ഞങ്ങൾ ദിവസവും 5 മുതൽ 10 വരെ സിഗ്നലുകൾ കൊടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നമുക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. മാർക്കറ്റിൻ്റെ അവസ്ഥകൾ പോലെ ഉണ്ടാവും. വെറുതെ സിഗ്നലുകൾ കൊടുത്ത് നഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.